കൊറേ നാളായി ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ചിലപ്പോ പാലും കിട്ടും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ പോണ്ടേ? എന്തെന്ന് എന്ത് പറയാൻ നിനക്ക് എത്ര മടി? എവിടെ നോക്കട്ടെ നോക്കട്ടെ. ടാറ്റാ ടാറ്റാ. കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഭൂമി എവിടെ പോകും? ഭൂമി അയ്യേ കൊള്ളൂലെന്ന് പറ. കൊള്ളൂല. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാൾക്ക് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. കളിയൊക്കെ ചിരിക്കില്ല കേട്ടോ. ഇന്നലെ രാത്രി ജോലിക്കൊക്കെ പോയി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ വെഡിങ് പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാരി എടുക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ വെറുതെ മ്യൂസിക് ഒക്കെ ഇട്ട് സ്ഥിരം ക്ലീശ ആക്കണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ബാക്കി മൊത്തം അങ്ങനത്തെ പരിപാടികളായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആർ കെ വെഡിങ് മോളിലോട്ട് പോകാം. അവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജയലക്ഷ്മിയാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ഓപ്ഷൻ സാരി മേടിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ആദ്യം നമുക്ക് അവിടെയും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹൽദിയുടേതും പിന്നെ റിസപ്ഷൻ ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അവിടെ കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നമുക്ക് എവിടെ നിന്ന് എടുക്കണം എന്ന് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി സാരിയാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ബാക്കി ചിരിച്ചത് ചിരിക്കാനും പാടില്ല. നീ എന്തിനാ ചിരിച്ചാ? ചിരിക്കാനും പാടില്ല. രാവിലെ ഞാനൊന്ന് കുറച്ചുകൂടെ ഉറങ്ങാന്ന് വിചാരിച്ചു. പിശാശ് എന്നെ ശല്യം ചെയ്ത് എന്റെ ഈ വിരലൊടിച്ച്. അപ്പൊ ഞാനും കൂടെ കാണിക്കട്ടെ എന്താണ് ഇത്. ഇതിന്റെ കഥ പറഞ്ഞോക്ക്. ഇതിന്റെ കഥ നാല് പാട് വെറുതെ ഇരുന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് വെറുതെ ഇരുന്ന് നിന്നെയോ? അൺസഹിക്കബിൾ കേസ്, അൺസഹിക്കബിൾ. വെറുതെ കിടന്ന് ഉറങ്ങി എന്നെ. വെറുതെ നിന്നെ എവിടെ കിടന്ന് ആകെ 1 മണിക്കൂർ തികച്ച് ഞാൻ ഇതിൽ ഉറങ്ങിയില്ല. എന്നെ വന്ന് ചൊറിഞ്ഞ് കുറെ ഇരുമ്പിന്റെ ശരീരവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അടി അടിച്ചിട്ട് എന്റെ ഈ കൈ പനക്കാൻ പറ്റുന്നില്ല. ഈ വിരൽ മൊത്തം ഇപ്പൊ സ്റ്റക്ക് ആയിട്ടിരിക്കും. ആകെ നഖം വെച്ച് ഇത് മാത്രം ചെറിയ 4 പാട്. ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി അമ്മ, വല്യമ്മ, ചേച്ചി, സൂരജേട്ടൻ കുഴിയിലൊക്കെ പതുക്കെ ഇറക്കി കൂടെ. ആരും ആരും സ്കൂളിൽ പോയല്ലേ, അവരെല്ലാരും കൂടി പോയിട്ടുണ്ട്. പിന്നെ ദീപചേച്ചി വിളിച്ചിട്ട് നമുക്ക് നേരെ ആർ കെ വെഡിങ് മോളിലോട്ട് പോവാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ബാക്കി അവിടെ പോയിട്ട് എവിടെ പോന്നേ? ആർ കെ വെഡിങ് മോൾ. ചേച്ചി പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ചേച്ചി. എത്ര മണിക്കൂറാന്ന് പറഞ്ഞ ചേച്ചി കൊല്ലും. എത്ര നേരം കൊണ്ട് പോസ്റ്റ് ചേച്ചി? ആണല്ലേ. ആരങ്ങട്ട് എന്തിനാ പോസ്റ്റ് ആയെന്ന് ചോദിക്കും.
അങ്ങനെയൊന്നും പറഞ്ഞ അവളെ പൊക്കല്ലേ, എല്ലാം ചെയ്യുന്ന അവളെ പൊങ്ങി പോവും, ശരിയാവൂല. വെറുതെ ഇരുന്ന് കഴിഞ്ഞോ? Hey guys, next destination? Next destination, Jayalakshmi. final destination. അപ്പം ഇനി എങ്ങനെയാണ് എൻ്റെ വെഡ്ഡിങ് സാരി ഫൈനലൈസ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ RK വെഡ്ഡിങ് മോളിൽ പോയി കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് കളക്ഷൻസ് കുറവായിട്ട് തോന്നി. പക്ഷേ എങ്കിലും ഒരു ഗോൾഡൻ സാരി എടുത്തത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ആ ഒരു സാരി ആയിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് അത് എടുക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. പിന്നെ ഒരു സ്ഥലത്തും കൂടെ പോവാം, ജയലക്ഷ്മിയും കൂടെ ഒന്ന് നോക്കാം, പിന്നീട് അയ്യോ അവിടെ പോയി നോക്കേണ്ടതായിരുന്നു എന്ന് തോന്നരുതല്ലോ. അങ്ങനെയാണ് ജയലക്ഷ്മിയിലോട്ട് വരുന്നത്. ഇവിടെ വന്ന് കൂടുതലും നോക്കിയത് ഗോൾഡൻ സാരീസാണ്. പക്ഷേ അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്, വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഓടി നടന്ന് അവിടെയുള്ള സകലമാന സാരീസ്, എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന സാരികളൊന്നും കാണാൻ ബാക്കിയില്ല. ഗോൾഡൻ സാരി മാത്രമല്ല, എല്ലാ സാരിയും കൊണ്ട് നടന്ന് കാണിച്ചു. എത്ര നല്ല നല്ല സാരികൾ കണ്ടിട്ടും എൻ്റെ മനസ്സിങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകണം, ആ സാരി നോക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കുറേ നന്നേ പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ഫൈനലി ഞാൻ ആ ഒരു സാരി ഓക്കെ ഞാനിത് തന്നെ എടുക്കാം, ജയലക്ഷ്മിൻ്റെ ഒരു സാരി ഫൈനലൈസ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്തു. അത്ര ഞാനവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വേണ്ട ഒരു സാരി എനിക്ക് തരാൻ വേണ്ടിയിട്ട് അവർ കുറേ കഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവരെ ഈ സെയിൽസ് ഗേൾസ് ആണെങ്കിലും അതുപോലെ തന്നെ സൂപ്പർവൈസർ ആണെങ്കിലും നന്നേ പാടുപെട്ടു. എനിക്ക് തോന്നുന്നില്ല ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ബ്രൈഡ് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വീണ്ടും ഫൈനലി ഡിസ്കഷൻ നടക്കുകയാണ്. അത് വേണോ ഇത് വേണോ, ഏതാണ് ഭംഗി, പിന്നെ ക്വാളിറ്റി ജയലക്ഷ്മി വിശ്വസിക്കാം എന്നൊരു പക്ഷം, പക്ഷേ മറ്റേ സാരിയാണ് ഭംഗി എന്ന് വേറൊരു പക്ഷം. പിന്നെ ഒട്ടും കൺവിൻസ് ആവാത്തതുകൊണ്ട് വീണ്ടും എനിക്ക് ഫ്രണ്ടിൽ ഡിസ്പ്ലേഡ് അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ആ സാരി ഉടുപ്പിക്കുകയാണ്. അതായത് നാച്ചുറൽ ലൈറ്റിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ സത്യം പറയാമല്ലോ, ഈ ഒരു വെഡ്ഡിങ് സാരി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. എനിക്കും ശരിക്കും അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു സാരിയാണേ. കണ്ടോ, അങ്ങനെ ഫൈനലി ഇത് നാച്ചുറൽ ലൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ ആ ഒരു എഫേർട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബ്രൈഡൽ സാരി ഒക്കെയാണ്, പക്ഷേ ഒരു എന്തോരം എഫേർട്ട് എന്നറിയാമോ എടുത്ത്. അവിടെ ഉണ്ടായിരുന്ന സകലമായ സെയിൽസ് ഗേൾസ് നമുക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും കൂടി അവസാനം ഫോട്ടോസ് വരെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. എനിക്ക് തോന്നുന്നു ഒരു ചരിത്രം തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. അവർ ഇത്രയും ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ ഒരു ഇത്രയും ടെൻഷൻ എടുപ്പിച്ച വേറെ കസ്റ്റമർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ സാരി തന്നെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ RK വെഡ്ഡിങ് മോളിൽ പോയി എടുക്കാത്ത വന്നതിൻ്റെ ഒരു വിഷമം കാരണം എൻ്റെ സെക്കൻഡ് സാരി ഞാൻ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാരിയായിരുന്നു. റേറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു തോന്നൽ ശരിക്കും അങ്ങനെ നോക്കണ്ടായിരുന്നു, ജയലക്ഷ്മിയിൽ നിന്ന് തന്നെ രണ്ടും എടുത്താൽ മതി എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.